ഒറിജിനൽ പ്രോഡക്ട്സ് ലഭിക്കുന്നതാണ്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, വിത്തൗട്ട് ഷേക്ക് മേറ്റ് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഫോർമുല 1ഉം പ്രോട്ടീൻ പൗഡറും മാത്രം യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ കാലറി കുറയും. പക്ഷെ അവർക്ക് രാവിലെ എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഷേക്ക് മേറ്റ് കൊടുക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ ചെന്നാൽ മാത്രമാണ് വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഷേക്ക് മേറ്റ് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡെയിലി ബേസിൽ നിങ്ങൾ ഷേക്ക് മേറ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മീൽ റീപ്ലേസ്മെന്റ് ആവത്തില്ല. നോർമലി നമ്മുടെ സ്നാക്ക് പോലെയാ തോന്നത്തുള്ളൂ നമുക്ക്. ഇപ്പൊ നമ്മൾ ചോറ് കഴിക്കുന്നതും നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കുന്നതും വ്യത്യാസമുണ്ട്. ചോറ് കഴിക്കുമ്പോൾ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് വിശപ്പ് കൺട്രോൾ ആവും. സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്ന് തോന്നും. അപ്പൊ നോർമലി വാട്ടറിൽ മാത്രം ഷേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നാക്സ് കഴിക്കുന്ന എഫക്റ്റ് ആയിരിക്കും വരുന്നത്. പ്രോപ്പറായിട്ട് ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ലഭിക്കത്തില്ല, പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ലഭിക്കത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് ഷേക്ക് മേലോട്ട് ഷേക്ക് എടുത്താൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള കാലറീസ് നമുക്ക് റെഡി ആയിട്ട് വരത്തുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ വെയിറ്റ് ലോസ് ജേർണി കംപ്ലീറ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഷേക്ക് എടുക്കുമ്പോൾ ഷേക്ക് മേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ കോച്ച് എങ്ങാനും പേരിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വേറെ രീതിയിൽ നോക്കുക. അത് കോച്ചിനോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് എടുക്കുക. നെക്സ്റ്റ്, ഹെർബൽ കൺട്രോൾ 1 മാസം യൂസ് ചെയ്യുമ്പോഴേക്കും കുറച്ചെങ്കിലും വെയിറ്റ് ലോസ് ഉണ്ടാകുമോ? ഹെർബൽ കൺട്രോൾ യൂസ് ചെയ്താൽ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവും. ഹെർബൽ കൺട്രോൾ വെയിറ്റ് ലോസ് നടക്കാൻ വേണ്ടി പ്രത്യേകം കമ്പനി ഇറക്കുന്ന പ്രോഡക്ട്സ് ഒന്നും അല്ല. ഹെർബൽ കൺട്രോൾ എടുത്ത് നമ്മുടെ BMR ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഹെർബൽ കൺട്രോൾ എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിച്ച് നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് കൂടെ വന്നാൽ മാത്രമാണ് വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ ഹെർബൽ കൺട്രോൾ വെച്ചിട്ട് വെറുതെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് നടക്കത്തില്ല. ഓരോ പ്രോഡക്ട്സ് കഴിക്കുമ്പോഴും അതിന്റെ അനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. ഹെർബൽ കൺട്രോൾ എടുത്തുകൊണ്ട് ഒരു വെയിറ്റ് ലോസ് പറയാൻ പറ്റത്തില്ല. അതിന്റെ അനുബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് നടക്കും. BMR ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഹെർബൽ കൺട്രോൾ. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ BMR ലെവൽ ബൂസ്റ്റ് ആവും. BMR ലെവൽ ബൂസ്റ്റ് ആകുമ്പോൾ കൂടുതലായിട്ട് കാലറി ബേൺ നടക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. 12 വയസ്സുള്ള മോന് ഇത് കഴിക്കാമോ? ഇതിന്റെ അളവുകളിൽ വ്യത്യാസം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഹെർബാലൈഫിന്റെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പക്ഷെ ഒരു കോച്ചിനോട് ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ആളുകൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി അല്ല ഒരിക്കലും കൊടുക്കുന്നത്. കൃത്യമായിട്ട് F1 ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഷേക്ക് മേറ്റ് ആണെങ്കിലും ഡൈനോ ഷേക്ക് ആണെങ്കിലും ഓരോന്നിനും ഓരോ അളവുകളുണ്ട്. അത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ആളുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് കൊടുക്കുക. പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വ്യക്തികൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചിനോട് തന്നെ ചോദിക്കുക, ധൈര്യമായിട്ട് കൊടുക്കുക. തൈറോയിഡ് മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? തൈറോയ്ഡ് കഴിക്കുന്ന ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല. തൈറോയ്ഡ് കഴിക്കുന്ന ആളുകൾക്ക് വെയിറ്റ് ലോസ് ചെറിയൊരു സ്ട്രഗിൾ ആണ് കുറയ്ക്കാനായിട്ട്. പക്ഷേ കറക്റ്റ് ഫോളോ ബ്ലൂഡ് ഒന്നും കുറയ്ക്കാൻ പറ്റുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ മെഡിസിൻ എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിലോട്ട് വീണ്ടും വെയിറ്റ് ഗെയിൻ ആവാനുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളൊരു സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്നു, ഒരു സ്ഥലത്ത് വീണ്ടും അഴുക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഇത്തിരി സ്റ്റക്ക് വന്നാൽ പോലും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ലോസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. കിട്ടുന്ന എന്ത് റിസൾട്ട് ആണോ വേണ്ടത് കൃത്യമായിട്ട് പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ റിസൾട്ട് ലഭിക്കുന്നതാണ്. ധൈര്യമായിട്ട് യൂസ് ചെയ്യും. സെൽ ആക്ടിവേറ്റർ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണോ? അല്ല. സെൽ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ പേരുണ്ട്, സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ നോർമൽ ഒരു ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് ഒരു അൺഹെൽത്തി ഹാബിറ്റ് വെച്ചിട്ട് നമ്മുടെ സെൽസ് 100% നമുക്ക് സെൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 80% ഇന്നാക്ടിവേറ്റ് ആയിരിക്കും. ഇന്നാക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ സെൽസിന്റെ പ്രോപ്പർ വർക്കിംഗ് നടക്കത്തില്ല. ന്യൂട്രീഷന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓരോരോ കാര്യം ഗ്രോത്ത് ഡെവലപ്മെന്റ്സ് ഒന്നും നടക്കത്തില്ല. അപ്പൊ നമ്മുടെ സെൽസിനെ നമ്മുടെ ബേസിക് എടുത്ത് ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് 100% നമ്മുടെ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെൽ ആക്ടിവേറ്റർ യൂസ് ചെയ്യണത്. സെൽ ആക്ടിവേറ്റർ നമ്മുടെ ഓരോ സെൽസും നല്ല ആക്ടിവേറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം നമ്മുടെ ഓവറോൾ ബോഡി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ് സെൽ ആക്ടിവേറ്റർ. വെയിറ്റ് ലോസും സെൽ ആക്ടിവേറ്ററുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വർക്കൗട്ട് നിർബന്ധമാണോ? അത് ഒഴിവാക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ഭയങ്കര മടിയാണ്. നടക്കാൻ പോകാറുണ്ടായിരുന്നു. മഴ തുടങ്ങിയാൽ പിന്നെ അത് നിർത്തി. ഇത് നിർബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർബാലൈഫ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ബേസിൽ 45 മിനിറ്റ് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹെർബാലൈഫ് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മുടെ കാലറി ബേൺ നടക്കാനായിട്ട് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും വർക്കൗട്ട് വെരി വെരി നിർബന്ധമാണ്. നമുക്ക് പറയുന്നത് എന്നത് 80% ന്യൂട്രീഷൻ 20% എക്സസൈസ് എന്നാണ് പ്രത്യേകം പറയുന്നത്. 80% ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാലും 20% നമുക്ക് എക്സസൈസ് വേണം. കൃത്യമായിട്ട് എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ലഭിക്കത്തുള്ളൂ. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കും. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ മറ്റേ അരയമ്പത്തോണി പോലെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ നടക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്യണം. ഹെർബാലൈഫ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ വർക്കൗട്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ്.
വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ മന്ദഗതിയിലോട്ടൊക്കെ ആവുന്നതാണ് പുതിയ പുതിയ റിസർച്ച് പറയുന്നത്. നമ്മൾ 20 മിനിറ്റ് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫുള്ളി ഡൗൺ ആവുന്ന പറയുന്നത്. അപ്പൊ എപ്പോഴും 20 മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എണീറ്റിട്ടൊന്ന് ആക്റ്റീവ് ആവണമെന്ന് പറയുന്നത്. അന്നാണ് നമുക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവുന്നതാണ് വിദഗ്ധമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതൊക്കെ ചെയ്യുക. വർക്കൗട്ട് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിക്കുന്നോണ്ട് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകത കൂടുന്നുണ്ടോ? പ്രൊഡക്റ്റ് കഴിക്കുന്നതുകൊണ്ട് വെള്ളം കുടിയൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതൊന്നുമല്ല. നമ്മൾ വെള്ളം കുടിക്കണത് നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് വെള്ളം കുടിക്കേണ്ട മെത്തേഡിൽ കുടിക്കണം. വെള്ളം കൃത്യമായിട്ട് ചെന്നാൽ മാത്രമേ നമ്മുടെ ഓവർ ബോഡി ക്ലീനിങ് നടക്കത്തുള്ളൂ. നമ്മൾ കുളിക്കണത് നമ്മുടെ ഔട്ടർ ബോഡീസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 10 ദിവസം കുളിക്കാതെ നോക്കി എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നർ ബോഡി ക്ലീൻ ആവണം. നമ്മുടെ ശരീരത്തിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും പ്രോപ്പർ ആകത്തുള്ളൂ. നമ്മുടെ സ്കിന്നിന് വേണം ഏകദേശം 80% വാട്ടർ യൂസും വേണം. അതുപോലെ ലങ്സ്, ഹൃദയം, കിഡ്നി ഇതിനെല്ലാം വെള്ളം ആവശ്യമാണ്. വെള്ളം പ്രോപ്പറായിട്ട് എന്നാലാണ് എല്ലാത്തിനും ഫംഗ്ഷൻ നടക്കത്തുള്ളൂ, എല്ലാത്തിനും ക്ലീനിങ് നടക്കത്തുള്ളൂ. ന്യൂട്രീഷൻ എടുത്താലും ഇല്ലെങ്കിലും വെള്ളം വെരി ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്രീഷൻ എടുക്കുന്നുണ്ട് ഒരിക്കലും വെള്ളം കുടിക്കണം നിർബന്ധമില്ല. വെള്ളം കുടിച്ചാൽ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കും. നമ്മുടെ ശരീരത്തിൽ ക്ലീനിങ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. അതുകൊണ്ടാണ് റിസൾട്ടും അതുപോലെ കിട്ടുന്നത്. അപ്പൊ വെള്ളം കുടിക്കണത് ന്യൂട്രീഷൻ എടുത്തില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പൊ സ്റ്റോൺ എന്നൊക്കെ പറയാറില്ലേ, ഇതൊന്നും വെള്ളം കുടിച്ചിട്ടുണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ നിങ്ങൾ ന്യൂട്രീഷൻ എടുക്കാതിരിക്കോ, വെള്ളം കുടിക്കുന്നത് ഇത് ബന്ധപ്പെട്ട കാര്യമില്ല. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ വെള്ളം കുടിക്കുക, നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, പ്രൊഡക്റ്റ് എടുത്താലും എടുത്തില്ലെങ്കിലും. അപ്പൊ ഇതൊക്കെയാണ് സംശയങ്ങൾ. അപ്പൊ കൃത്യമായിട്ട് ചെയ്താൽ മതി. ആരെ എവിടെ നിന്ന് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഒരു കൃത്യമായിട്ട് പ്രൊഡക്റ്റ് മാത്രം കഴിച്ചാൽ റിസൾട്ട് ലഭിക്കത്തില്ല. അതിന്റെ അനുബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയണം. എങ്ങനെ വെയിറ്റ് കുറയ്ക്കും, എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യും, എങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, ഫാറ്റ് ലോസ്, ഇഞ്ചസ് ലോസ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലൈഫ് ലോങ് ഈ റിസൾട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ഇതെല്ലാം അറിഞ്ഞ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുക, നല്ല രീതിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, നല്ല റിസൾട്ട് എടുക്കുക, ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും മുന്നോട്ട് പോകുക.